ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അമ്മുന് സ്കൂളിൽ ഹാലോവീൻ്റെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്രിക്ക് ആൻഡ് ട്രീറ്റിനൊക്കെ വേണ്ടി അമ്മു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തേത്. അപ്പോൾ അമ്മു ഇതേ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മേക്കപ്പ് പരിപാടികൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്കേഴ്സ് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ട് അത് ഇങ്ങനെ ടാറ്റു പോലെ ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ മറ്റേത് നമ്മൾ വരച്ച് കഷ്ടപ്പെടണ്ടല്ലോ, ഇതാകുമ്പോൾ ഒരു സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അമ്മയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ അമ്മ പറഞ്ഞ പോലെ ഇവിടെ കെട്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവർക്ക് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു പാർട്ടി. ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നില്ല. ഇത് ക്ലാസ് ഡേയിൽ തന്നെ ഈ ഒക്ടോബർ 31 ഹാലോവീൻ. അപ്പോൾ ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ അന്ന് തന്നെ വന്നതുകൊണ്ട് ഇവർക്കിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ക്ലാസ്സിലൊക്കെ പോയി ഇവർക്ക് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോൾ അതേ ട്രിക്ക് ഓർ ട്രീറ്റിന് വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതും അമ്മുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലാസ്റ്റ് ഇയർ അമ്മു പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ വർഷമാണ് ആദ്യമായിട്ട് അമ്മൂസിനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അമ്മു പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വീടുകളിലൊക്കെ ഇങ്ങനെ ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് വീടൊക്കെ ഭയങ്കര ഹലോവിൻ വൈബിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഡെക്കറേഷനൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചോക്ലേറ്റ്സൊക്കെ ചിലവർ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്, ചിലവർ നേരിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്താണേലും കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവരുടെ ഡെക്കറേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് പല വീടുകളും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ചില വീട്ടിൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല, പക്ഷെ എല്ലാ വീട്ടിലൊക്കെ ശരിക്കും എന്താ പറയുക, കുട്ടികളെ പേടിപ്പെടുത്തുന്ന രീതിക്കുള്ള ഡെക്കറേഷൻസ് ഉണ്ട്. അതല്ലാതെ നല്ല എന്താ പറയുക സൂപ്പറായിട്ടുള്ള അടിപൊളി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാസ്ക്കറ്റ് കാണിച്ചമ്മൻ്റെ. ഓ എന്തോരോ അത്. അപ്പോൾ ഈ ഹലോവീൻ എന്ന് പറയുന്ന ഈ പരിപാടി ഇവിടുത്തെ മിക്കവാറും കുറേ വീടുകളിൽ ഇവർ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചിലവർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. റിലീജിയസ് ആസ്പെക്റ്റൊക്കെ നോക്കിയിട്ട് ചിലവർ സെലിബ്രേറ്റ് ചെയ്യാറില്ല. എന്താണെങ്കിലും കുട്ടികൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നോർമലി ഇപ്പോൾ നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നാട്ടിലത്തെ അത്ര സെലിബ്രേഷൻസോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ആകെ ഉള്ളത് ഒരു കാർണിവൽ, അതുപോലെ ഇങ്ങനെ എന്താ പറയുക ക്രിസ്മസ് വരുമ്പം ഇങ്ങനെ ഒരു ഹലോവീൻ വരുമ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ, അതും ഒരുപാട് ഇങ്ങനെ നോയ്സോ സംഭവങ്ങളൊന്നുമില്ല, ഫയർ വർക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് അവസരങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിലിങ്ങനെ ഡെക്കറേഷൻസോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ അമ്മുവിന് പരിപാടി ഉണ്ടായി. അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിക്ക് ഓർ ട്രീറ്റിന് വേണ്ടിയിട്ട് എല്ലാ വീടുകളിലും നൈറ്റിൽ പോയി. ഇത്ര സംഭവങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന വീടുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നത് അത് ഈ ഒരു വീട്ടിലായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, അതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നേ. ഒരു വീട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ളൊരു വീടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര പാർട്ടിയും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഹാലോവീൻ ഇവിടെ തീർന്നു. എന്തായി അമ്മുട്ട? അമ്മു ചോക്ലേറ്റ് കളക്ട് ചെയ്യാൻ പോയിട്ട് കിട്ടിയ ചോക്ലേറ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് കൊട്ടിയിട്ട് നോക്കട്ടെ എത്രയുണ്ട് നോക്കട്ടെ. 2 മണിക്കൂറത്തെ ജോലി അമ്മ എടുത്തു തരാം. ഒരു മിഠായിക്ക് ഒരു പ്രത്യേകത, ഇത്രയും ചോക്ലേറ്റ് പോയിട്ടുണ്ട്. ബാസ്ക്കറ്റ് മാറ്റി കാണുന്നില്ല. അതെ എടുത്തിട്ട് വരാം. ഞാൻ എടുത്തോളാം, നീ ഇരുന്നോ.
ഓക്കെ. ഞാന് ഇതില് ഒരു വ്യത്യാസമുണ്ട് ഒരു ചോക്ലേറ്റില്, അത് കാണിച്ചു തരാം. ഈ രണ്ടും പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. എവിടെയുണ്ട് അതെനിക്ക് എവിടെയാന്ന് അറിയില്ല, തപ്പാൻ വയ്യ, കുറെ സമയം എടുക്കും. അപ്പോൾ ഇത് കേൾക്കണ്ട, ഇതെന്താ സാധനം എന്ന് വെച്ചാ ഇത് പൊടിയല്ലേ. ഇത് വായിലിട്ട് നമ്മള് ഇച്ചേരം വായിലിട്ട് കഴിയുമ്പോ ഇത് ചൂയിങ് കപ്പായി മാറും. ഈ പൊടി ഈ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് മിഠായി ഏതാ? ഇതുവരെ കഴിച്ചിട്ടില്ല. അല്ല എന്നാലും കഴിച്ചതിൽ വെച്ച് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട. ഇത് മറ്റേ കാരമൽ സ്മാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ. സ്മാർട്ടീസ് എനിക്ക് ഇത് ഇവിടെ സ്നിക്കേഴ്സ് ഉണ്ട്, ട്വിക്സ് ഉണ്ട്, ബൗണ്ടി ഉണ്ട്. ഇതിനടുത്തതാ ഞാൻ ചൂസ് ചെയ്തെടുത്തത്. ഈ ചോക്ലേറ്റ് ഒക്കെ എന്തെയും കടയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? സ്നാക്കായിട്ട് കൊണ്ടുപോകല. അങ്ങനെ ഈ വർഷത്തെ ഹലോവീനും ഇവിടെ ആഘോഷിച്ചു തീർന്നിരിക്കുന്നു. അത് ഇത്രയും മിഠായി ഇട്ടിട്ടുണ്ട്. ഇതിന് കുറെ കുഞ്ഞു മിഠായി ഉണ്ട്. അപ്പൊ വലിയ കവറ് കൊണ്ട് മറഞ്ഞേക്കുക. എനിക്ക് മെൻഡോസ് കേട്ടിട്ടുണ്ട് കണ്ടാ. ഡെമോന്റെ താഴെ ഒരാൾ വന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇവർക്ക് കൂടെ ഒരു മിഠായി കൊടുക്കാനാ. അയ്യോ വേണ്ട. അങ്ങനെ നമ്മുടെ ഹലോവീൻ ആഘോഷങ്ങൾ ഈ വർഷത്തെ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞാനുണ്ട് ഇവിടെ, വേറെ ഞാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ. അപ്പോൾ അന്നെടുത്ത കുറച്ച് അമ്മോസിൻ്റെ ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ഫോട്ടോസ് ഒന്ന് എടുത്തതാണ്.